Hello dear students, you have a poem in the major textbook, The Journey Through the World of Poetry, page number 114, unit 6, Warsenshire Backwards. The title of the poem is Backwards. We can see the biography of Warsenshire. She is a British Somali poet. She was born in Somalia and later migrated along with her family to Britain. So she is a British national now, and she is a writer, editor and teacher. She was the first young poet laureate of London. അതായത് ഇംഗ്ലണ്ടിലെ ആസ്ഥാന കവി എന്ന് പറയുന്ന ഒരു സ്ഥാനം യങ് പോയറ്റ് ലോറേറ്റ് ആയിട്ട് വരാൻ അവരോധിച്ചിട്ടുണ്ട്. She has published her first chapbook. Chapbook means collection of poems, articles, pamphlets, etc. എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബുക്സിനെയാണ് നമുക്ക് ചാപ്ബുക്ക് എന്ന് പറയുന്നത്. ടീച്ചിങ് മൈ മദർ ഹൗ ടു ഗിവ് ബർത്ത് ഇൻ 2011. The current poem, Backwards, was first published in My Mother How to Give Birth in 2011. Then the limited edition pamphlet, Her Blue Body, in 2015. And her debut poetry collection, Bless the Daughter Raised by a Voice in Her Heart, in 2022. 2022 പബ്ലിഷ് ചെയ്ത ആദ്യത്തെ കവിതാ സമാഹാരം ബ്ലസ് ദ ഡോട്ടർ റേസ്ഡ് ബൈ എ വോയിസ് ഇൻ ഹർ ഹർട്ട്. ഈ കവിതാ സമാഹാരത്തിൽ നമ്മുടെ കറണ്ട് പോയം ബാക്ക്വേർഡ്സ് എന്ന് പറയുന്ന പോയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് 2011 എന്ന് മനസ്സിലാക്കാം. Features of her poetry. Warsenshire draws inspiration from personal experiences, ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ആൻഡ് ദ ലൈവ്സ് ഓഫ് ദോസ് അറൗണ്ട് ഹർ, ഇവരുടെ ചുറ്റുമുള്ള കുടുംബത്തിൻ്റെ, സഹോദരിയുടെ, അമ്മയുടെ ഒക്കെ ജീവിതത്തിൽ നിന്നാണ് ഇവരുടെ എക്സ്പീരിയൻസ് വന്നത്. ഷീ ഡിസ്ക്രൈബ്സ് റൈറ്റിംഗ് അബൌട്ട് ദ അൺഇമാജിനബിൾ തിങ്സ് ദാറ്റ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ആസ് എ കഥാർട്ടിക് practice, as it exposes wounds and pain both of others and her own, and creates the possibility of healing. ഇവരുടെ പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് ജീവിതത്തിൽ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒന്ന്, ഇവർ ആഫ്രിക്കൻ ഇമിഗ്രൻ്റ് ആണ്, ബ്രിട്ടനിൽ ജീവിക്കുന്ന. അതേപോലെ തന്നെ ഇവരുടെ ആഫ്രിക്കയിലുണ്ടായിരുന്ന ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഇവരുടെ അച്ഛൻ നേരത്തെ ഇവരെ ഉപേക്ഷിച്ച് പോയി. ശേഷം അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. അപ്പം രണ്ടാമത് കല്യാണം കഴിച്ചപ്പം ഇവരുടെ സ്റ്റെപ്പ് ഫാദർ ഇവരെ അബ്യൂസ് ചെയ്യുകയും സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ വൂൺസ് ആൻഡ് പെയിൻസ് ബോത്ത് ഓഫ് അതേഴ്സ് ആൻഡ് ഹെർ ഓൺ ആൻഡ് ക്രിയേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ഹീലിംഗ് എന്ന് പറയാൻ കാരണം അതാണ്. ഇവർ പോയത്തിലൂടെ ഇവർക്കൊരു ഒരു ഹീലിംഗ് ലഭിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. The poem is a powerful exploration of domestic trauma, abuse, and the desperate yearning to undo the painful past. ഈ പോയം എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ട്രോമ, വീട്ടിൽ ഇവർ അനുഭവിക്കുന്ന ടെറിഫൈങ് ആയിട്ടുള്ള വയലൻസ് ആൻഡ് സെക്ഷൽ അബ്യൂസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രോമ ഉണ്ടായിരുന്നു. ആ ട്രോമ ഇല്ലാതാക്കാൻ കഴിയുമോ, എഡിറ്റ് ചെയ്യാൻ കഴിയുമോ, അൺഡു ചെയ്യാൻ കഴിയുമോ, ആ പെയിൻഫുൾ ആയിട്ടുള്ള പാസ്റ്റിനെ മായ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവരിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. The poem is first published in, നമ്മൾ പറഞ്ഞു, Teaching My Mother How to Give Birth. Then it gained wider recognition through its inclusion in her 2022 collection, Bless the Daughter Raised by Voice in Her Heart. And the poem Backwards is a powerful poetic piece about the experience of a woman navigating through the aftermath of an abusive relationship in her family. ഇവരുടെ വീട്ടിലുണ്ടായ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിന് ശേഷം
ആ ഒരു എക്സ്പീരിയൻസ് ആസ് എ വുമൺ. അതുകൊണ്ട് തന്നെ ദിസ് പോയം ഈസ് എ ഫെമിനിസ്റ്റ് പോയം ഓൾസോ. ദിസ് ഈസ് എ പോയം ഓഫ് ഫെമിനിസം ആൻഡ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ആൻഡ് ആസ് വെൽ ഇറ്റ് ഓൾസോ highlights the life problems and survival of the African immigrants, ആഫ്രിക്കൻ റെഫ്യൂജീസിൻ്റെ, ആഫ്രിക്കൻ ജനതയുടെ തന്നെ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയും. ദ നറേറ്റർ ഡിസ്ക്രൈബ്സ് ദ പെയിൻഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഹർ സ്റ്റെപ്പ് ഫാദർ ഹു അബ്യൂസ്ഡ് ഹർ മദർ. ഇവരുടെ ഇതിൽ നരേറ്റർ ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ പോയം സ്പീക്കർ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ I-we എന്നൊക്കെ നമുക്ക് ഈ പോയത്തിൻ്റെ പല ഘട്ടങ്ങളിലും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ആൻഡ് റിലേഷൻ വിത്ത് ഹെർ സ്റ്റെപ്പ് ഫാദർ ഹു അബ്യൂസ്ഡ് ഹെർ മദർ. ഇവരുടെ രണ്ടാം അച്ഛൻ, നമ്മുടെ ഈ സ്പീക്കറുടെ അല്ലെങ്കിൽ നമ്മുടെ കവിയുടെ രണ്ടാം അച്ഛൻ ഇവരെ അമ്മയെ എപ്പോഴും വയലൻ്റ് ആയിട്ട് അബ്യൂസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഹെർ സിസ്റ്റർ ആൻഡ് ഹെർസെൽ ഇവരെയും ഇവരുടെ സഹോദരിയും ഒക്കെ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വയലൻസ് ആയിരുന്നു, ആക്രമണ സ്വഭാവം ഇവരുടെ സ്റ്റെപ്പ് ഫാദറിനും ഉണ്ടായിരുന്നു, ഫിസിക്കലി ആൻഡ് ഓൾസോ ഇമോഷണലി. ഷീ ക്യാപ്ചേഴ്സ് ദ നറേറ്റേഴ്സ് ഫീലിങ്സ് ഓഫ് കൺഫ്യൂഷൻ, ഷെയിം, ഗിൽട്ട് ആസ് വെൽ ആസ് ഹെർ സെൻസ് ഓഫ് ഐസൊലേഷൻ, ഇവരുടെ ഒരു ഒറ്റപ്പെടൽ, ആൻഡ് ലോൺലിനെസ് ഇൻ എ ഗ്രാഫിക് വേ. ഈ പോയത്തിലൂടെ, ഗ്രാഫിക് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയത്തിലൂടെ എന്നുള്ള മീനിങ് ആണ്. അവരുടെ ഒറ്റപ്പെടലും അവരുടെ ഒരു ഏകാന്തതയുമൊക്കെയാണ് ഇവർ ഇതിലൂടെ കാണിക്കുന്നത്. ആൻഡ് ദ പെർട്ടർബിങ് മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ്. പെർട്ടർബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഭയപ്പെടുത്തുന്ന, ടെറിഫൈങ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ്. മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ദ ട്രോമ അസോസിയേറ്റഡ് വിത്ത് ദം ഹാവ് ബീൻ എക്സ്പ്ലോർഡ് ഇൻ ദ പോയം. ഈ പോയം മുഴുവൻ അങ്ങനെയുള്ള തീംസാണ്, നമുക്ക് ട്രോമയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തീംസാണ് നമുക്ക് കാണാൻ കഴിയുക. ദ പോയം അൺലീഷസ്, ഇറ്റ് ഓപ്പൺസ് ദ ട്രോമാറ്റിക് മെമ്മറീസ് ഓഫ് ദ നറേറ്റർ ആൻഡ് ഹെൽപ്സ് ഹെർ ഹീൽ ബൈ ഗിവിങ് ഹെർ ഹോപ്പ് ടു റീറൈറ്റ് എ ഡിസൈർഡ് ഫ്യൂച്ചർ. അപ്പോൾ ഇവരുടെ ഈ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പുനരാഖ്യാനം അല്ലെങ്കിൽ രണ്ടാമത് എഴുതുകയാണ്. ത്രൂ റൈറ്റിംഗ്, പോയം എഴുതിക്കൊണ്ട് ഒരു ഹീലിംഗ് കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിസൈർഡ് ഫ്യൂച്ചർ ഫോർ ഹെർ ഫാമിലി ഫിൽഡ് വിത്ത് ലവ് ദസ് അൺഡൂയിങ് ദ അബ്യൂസ്. സ്നേഹത്തിൻ്റേതായിട്ടുള്ള, സഹകരണത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാവി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു പോസിബിലിറ്റീസാണ് ഇവർ അന്വേഷിക്കുന്നത്. ഡെസ്പൈറ്റ് അൺഫോൾഡിങ് ദ ഹാർഷ് റിയാലിറ്റി ഓഫ് ദ ഇമിഗ്രൻ്റ് ബ്ലാക്ക് വിമൻ ഇൻ ദ ഇൻറ്റിമസി ഓഫ് ദെയർ ഹോംസ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ ഇവർ അനുഭവിക്കുന്ന, ബ്ലാക്ക് വിമൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഹാർഷ് റിയാലിറ്റി, വളരെ ബുദ്ധിമുട്ടേറിയ യാഥാർത്ഥ്യങ്ങളെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ ഉള്ളിൽ ഇൻറ്റിമസി ഒക്കെ ഉണ്ടെങ്കിലും, അടുപ്പം ഉണ്ടെങ്കിലും ഇവർ ഒരുപാട് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസിന് ഇവർ വിധേയമാക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ സെർവ്സ് ആസ് എ ടെസ്റ്റമെൻറ്റ് ടു ദ റെസിലിയൻസ് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. മനുഷ്യന് എങ്ങനെ ഇതിനോടൊക്കെ ക്ഷമിക്കാൻ കഴിയും. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്ഷമിക്കാത്ത ആദാത്മ്യം പ്രാപിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് അല്ലേ. അതിനോടുള്ളൊരു ടെസ്റ്റമെൻ്റായിട്ട് നമുക്കിതിനെ, ഈ പോയത്തിനെ എടുക്കാൻ പറ്റും. തീംസ് ഓഫ് ദ പോയം, അതിൻ്റെ മേജറായിട്ട് 3-4 തീംസാണുള്ളത്. ഒന്ന് ട്രോമ ആൻഡ് മെമ്മറി. ദ പോയം റിഫ്ലെക്ട്സ് ഹൗ ട്രോമ സർവൈവേഴ്സ് ഓഫൺ മെൻ്റലി റീപ്ലേ ഇവൻറ്റ്സ്. നമുക്ക് ട്രോമ ഉള്ള ഒരാൾ, നമുക്കറിയാമല്ലേ, ആ ട്രോമ ഇങ്ങനെ നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഒരു പ്രേതത്തിനെ പോലെ ട്രോമ അനുഭവിച്ച ആൾക്കാരെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. വണ്ടറിങ് ഹൗ തിങ്സ് കുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. ഓക്കെ, കാര്യങ്ങൾ, ആ ട്രോമ ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ നന്മയായിട്ട് അനുഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ നന്മയായിട്ട് ഭവിക്കുമായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ് അല്ലേ. അതുകൊണ്ടാണ് ദ ബാക്ക്വേർഡ്സ് എന്ന് പറയുന്നത് ടൈമിൻ്റെ മൂവ്മെൻറ്റ് ബാക്കിലോട്ട് സഞ്ചരിക്കുക എന്നുള്ള മീനിങ്ങിലാണ് ബാക്ക്വേർഡ്സ് അല്ലേ. പിന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ബാക്ക്വേർഡ്സ് മൂവ്മെൻറ്റ് ഈസ് എ സൈക്കോളജിക്കൽ അറ്റംപ്റ്റ്. അതൊരു മാനസികമായിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് ടു റീക്ലെയിം
to reclaim agency and return to a state of innocence. അപ്പോൾ ഇവരുടെ എന്താണ് ഒരു നിഷ്കളങ്കമായ എന്താണ് ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡൊമസ്റ്റിക് അബ്യൂസ് ഈസ് അനദർ തീം. The text alludes to various forms of violence, including physical violence or physical abuse towards the mother. അമ്മയോട് രണ്ടാനച്ഛൻ കാണിച്ചിരിക്കുന്ന ആ ഒരു എന്താണ് ഫിസിക്കൽ അബ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ സെക്ഷൽ അബ്യൂസ്, ഗീവ് ദം സ്റ്റംസ് ഫോർ ഹാൻഡ്സ് ഇഫ് വൺസ് ദേ ടച്ച് അസ് വിത്തൗട്ട് കൺസെൻറ്റ് എന്ന് പറയുന്ന ലൈനിലൂടെ ഈ പെൺകുട്ടികളുടെ നമ്മുടെ പോയറ്റിൻ്റെ സഹോദരിയെയും ഈ സ്റ്റെപ്പ് ഫാദർ ഈ സ്റ്റെപ്പ് ഡാഡ് രണ്ടാനച്ഛൻ ഇവരെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ് അതിലൂടെ വരുന്നത്. ഇവരുടെ അമ്മയെ ഈ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ ഇവരുടെ രണ്ടാമത്തെ ഭർത്താവ് നല്ല രീതിയിൽ ഫിസിക്കലി വയലൻ്റ് ആയിക്കൊണ്ട് ആക്രമിക്കുകയും ഇവരുടെ എല്ല് വരെ പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ഈ പോയത്തിൽ പറയുന്നത്. ആൻഡ് ദ പവർ ആൻഡ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ആർട്ട്, the power of art and also the futility of art. ആർട്ടിന് ഇതിനെ എന്താണ് ഹീൽ ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടിയാണ് നടത്തുന്നത്. അവസാനം ഇവർ പ്രതീക്ഷയോടുകൂടി പറയുന്നുണ്ടെങ്കിലും ഫ്യൂട്ടിലിറ്റി നിരർത്ഥകമാണ് എന്നും കൂടെ പറയുന്നുണ്ട്. കാരണം ഫിസിക്കൽ അബ്യൂസ് ഇവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കവിത എഴുതിയത് കൊണ്ട് മാത്രം ഈ ഫിസിക്കൽ അബ്യൂസ് മറക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഫ്യൂട്ടിലിറ്റി ഓഫ് ആർട്ട് എന്നും കൂടെ നമുക്കിതിൻ്റെ തീമായിട്ട് പറയാം. ദ സ്പീക്കർ അസേർട്സ് ഹർ പവർ ടു റൈറ്റ് ദ പോയം ആൻഡ് മേക്ക് ഇറ്റ് ഡിസപ്പിയർ. അതായത് ഇവർ ഈ പോയം എഴുതിക്കൊണ്ട് ഇവരുടെ ഈ ട്രോമ ഡിസപ്പിയർ ആവും, ട്രോമ ഇല്ലാതാവും, ഇവരുടെ മെമ്മറിയിൽ നിന്ന് ഈ ട്രോമകൾ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഈ ഓർമ്മകളില്ലാതെ ആ ട്രോമയുടെ ഭാരമില്ലാതെ ഇവർ ജീവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് ദ സൈക്ലിക്കൽ സ്ട്രക്ചർ സജസ്റ്റ്, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോയം നമുക്കറിയാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏകദേശം ഒരേ രീതിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ദ പോയം ആദ്യത്തെ സ്റ്റാൻസയിലുള്ള അതേ വരികൾ തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻസയിലും ഉള്ളത്, പക്ഷേ റിവേഴ്സ് ഓർഡറിലാണ് എന്നർത്ഥം. അതായത് ആദ്യത്തെ സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈന് രണ്ടാമത്തെ സ്റ്റാൻസയിലെ അവസാനത്തെ ലൈനായിട്ട് മാറുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസയിലെ അവസാനത്തെ ലൈന് യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് ലൈന് ഇതിലെ സെക്കൻഡ് സ്റ്റാൻസയുടെ ഫസ്റ്റ് ലൈനായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ അടുത്ത സ്ലൈഡിലായിട്ട് നമ്മൾ പറയും. അപ്പം സൈക്ലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദുഃഖവും സന്തോഷവും ഇങ്ങനെ സൈക്കിൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു റൗണ്ട് പോലെ അല്ലേ, ഒരു സർക്കിൾ പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. വൈൽ പോയട്രി ക്യാൻ ഓഫർ എ ടെമ്പററി ഹീലിംഗ് സ്പേസ്, പോയട്രിക്ക് പോലും ഒരു ടെമ്പററി ഹീലിംഗ് ഉള്ള ഒരു സ്പേസ് നമുക്ക് ലഭിക്കും. ഇറ്റ് കനോട്ട് ട്രൂലി ഇറേസ് ദ പാസ്റ്റ്, പക്ഷെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രൂ ആയിട്ട് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ളതിനെ നമുക്കൊരിക്കലും തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനെ ഇറേസ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിൻ്റെ ലിറ്റററി ഡിവൈസസ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. മിറർ സ്ട്രക്ചർ ഓർ കയാസ്മിക് സ്ട്രക്ചർ എന്ന് നമുക്ക് വേണേൽ പറയാം, കയാസ്മസ് എന്നൊക്കെ പറയും. ദ പോയം ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് യുണീക്ക് ഫോം. ദ സെക്കൻഡ് സ്റ്റാൻസ കൺസിസ്റ്റ് ഓഫ് ദ എക്സാക്ട് സെയിം ലൈൻസ് ആസ് ദ ഫസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ സ്റ്റാൻസയിൽ ഉള്ളതുപോലെ തന്നെ ഉള്ള അതേ വരികളാണ് സെക്കൻഡ് സ്റ്റാൻസയിലും ഉള്ളത്, പക്ഷേ റിവേഴ്സ് ഓർഡറിലാണ് എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ABBA. ഇപ്പോൾ AB എന്ന് പറയുന്നത് 2 ലൈൻസ് ആണെങ്കിൽ അതേ ലൈൻസ് തന്നെ വീണ്ടും മൂന്നാമത്തെയും നാലാമത്തെയും ലൈൻസായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ ബിയും ബി ലാസ്റ്റ് ലൈന് അടുത്ത ലൈനിലത്തെ ഫസ്റ്റ് ലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. റിവേഴ്സ് ഓർഡറിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ദിസ് ക്രിയേറ്റ്സ് എ ലൂപ്പിംഗ് ഇഫക്റ്റ്. ലൂപ്പിംഗ് അല്ലേ, വീണ്ടും പറഞ്ഞ് തന്നെ പറയുക, പാടിയത് തന്നെ പാടുക, ലൂപ്പ് ചെയ്യുക നമ്മൾ പറയാം. സിംബലൈസിങ് ദ സർക്കുലർ നേച്ചർ ഓഫ് ഗ്രീഫ് ആൻഡ് ദ ഇനബിലിറ്റി ടു എസ്കേപ്പ് മെമ്മറി. അതായത് ഈ സർക്കുലർ നേച്ചർ ഓഫ് ഗ്രീഫ്, ദുഃഖം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കയറ്റം ഇറക്കത്തിനെ പോലെ സർക്കിൾ ആയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെമ്മറികളിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയുകയില്ല എന്നവർ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ കയാസ്മിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലാസ്റ്റ് ലൈൻ ഓഫ് സ്റ്റാൻസ 1 ഈസ് യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ് എന്നാണ് അല്ലേ. Then the second stanza begins with the same line, you won't be able to see beyond it.
ആൻഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ റിപ്പീറ്റ്സ് ഇൻ ദ റിവേഴ്സ് ഓർഡർ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയിലെ അതേ ലൈനുകൾ തന്നെ സെക്കൻഡ് സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിവേഴ്സ് ഓർഡറിലാണ് എന്ന് മാത്രം. ആ പോയം നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദ പോയം ബിഗിൻസ് വിത്ത് ദ പോയം കാൺ സ്റ്റാർട്ട് വിത്ത് ഹിം വാക്കിംഗ് ബാക്ക്വാർഡ്സ് ഇൻ ടു എ റൂം. ഇതേ ലൈൻ തന്നെ സെക്കൻഡ് സ്റ്റാൻസയുടെ അവസാനത്തെ ലൈനും സെയിം ലൈൻ തന്നെയാണ്. ദ പോയം ക്യാൻ സ്റ്റാർട്ട്സ് വിത്ത് ഹിം വാക്കിംഗ് ബാക്ക്വാർഡ്സ് ഇൻ ടു എ റൂം എന്നാണ് ലാസ്റ്റ് ലൈൻ അല്ലേ. അപ്പം ഫസ്റ്റ് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈൻ യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ്. സെക്കൻഡ് സ്റ്റാൻസയുടെ ഫസ്റ്റ് ലൈനും യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഐ വിൽ റൈറ്റ് ദിസ് ഹോൾ ലൈഫ് ഇൻ ദിസ് ടൈം ദർ വിൽ ബി സോ മച്ച് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സെക്കൻഡ് ലൈന് സെക്കൻഡ് സ്റ്റാൻസയുടെ സെക്കൻഡ് ലൈൻ. അപ്പം ഫസ്റ്റ് സ്റ്റാൻസയുടെ ലാസ്റ്റത്തെ മുകളിലത്തെ ലൈന് ഐ വിൽ റൈറ്റ് ദിസ് ഹോൾ ലൈഫ് ആൻഡ് ദിസ് ടൈം ദർ വിൽ ബി സോ മച്ച് ലവ് എന്നൊക്കെ പറയുന്ന ലൈനാണ്. അതിനാണ് നമ്മൾ കാസ്മിക് സ്ട്രക്ചർ, മിറർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ വിവിഡ് ഇമേജറി ഷെയർസ് യൂസസ് എന്താണ് വിസറൽ ഇമേജസ്, ഡിഫറെൻറ്റ് ഇമേജസ്, blood running back up a nose, bones popping back into place to make the abstract desire for healing feel physical and urgent. ഇവരുടെ ഇവരനുഭവിച്ചിരിക്കുന്ന ഈ ട്രോമകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇമേജസുകളായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ചില ഇമേജസുകളാണ് ബ്ലഡ് റണ്ണിങ് ബാക്കപ്പ് എ നോസ്, ഓക്കെ, ബോൺസ് പോപ്പിംഗ് ബാക്ക് ഇൻ ടു പ്ലേസ്. പുറത്തേക്ക് വന്ന അടി കിട്ടിയിട്ട് ഇവരുടെ അമ്മക്ക് അടി കിട്ടിയിട്ട് രണ്ടാമത്തെ ഭർത്താവിൽ നിന്ന് കിട്ടിയ അടിയുടെ വയലൻസിൻ്റെ ഭാഗമായിട്ട് എല്ല് പൊട്ടുകയും എല്ല് പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ബാക്ക്വേർഡ് സഞ്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ എല്ലൊക്കെ തിരിച്ച് അവരുടെ യഥാർത്ഥ സ്ഥാനത്ത് പോയിട്ട് നിൽക്കുന്ന ആ ഒരു ഹീലിംഗ് ഇഫക്റ്റാണ് ഇവിടെ ഇമേജസ് ആയിട്ട് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ യൂഫമിസം, ദ സ്പീക്കർ യൂസസ് ജെൻറൽ ഓർ സിംബോളിക് ലാംഗ്വേജ് ലൈക്ക് മേ ബി ഷീ കീപ്സ് ദ ബേബി. യൂഫമിസം മൈൽഡ് യൂസ് ഓഫ് ലാംഗ്വേജിനാണ് നമ്മൾ യൂഫമിസം എന്ന് പറയുന്നത്. റെഫറിങ് ടു എ ലോസ്റ്റ് പ്രഗ്നൻസി, ഒരു ലോസ്റ്റ് പ്രഗ്നൻസിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് അബോർഷൻ മേ ബി ത്രൂ ദ വയലൻസ് ഇവരുടെ രണ്ടാനച്ഛനിൽ നിന്ന് ഇവരുടെ അമ്മക്ക് ഏൽക്കേണ്ടി വന്ന വയലൻസിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഇവരുടെ അമ്മ മൂന്നാമത് ഗർഭിണിയായിരിക്കും. ആ ഗർഭിണിയായത് നഷ്ടപ്പെട്ടു പോയി, അബോർട്ടായി എന്നുള്ളതിന് പകരമായിട്ട് മേ ബി ഷീ കീപ്സ് ദ ബേബി എന്ന് പറയുന്നത് ഒരു യൂഫമിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. റെഫറിങ് ടു എ ലോസ്റ്റ് പ്രഗ്നൻസി ടു എ ബഫർ ദ സിബ്ലിങ്സ് ഫ്രം ദ ഫുൾ വെയ്റ്റ് ഓഫ് ദെയർ റിയാലിറ്റി. അപ്പം അവരുടെ ഈ കുട്ടികൾ ഈ ഒരു ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് അത് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന വാക്കാണ് മേ ബി ഷീ കീപ്സ് ദ ബേബി. അപ്പോൾ യൂഫമിസ്റ്റിക് ആയിട്ടുള്ള ഇതും ലൈൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. We can see summary and analysis of the poem. The poem begins with the images of Shaya's father means biological father, ഇവരുടെ യഥാർത്ഥ അച്ഛൻ, ഓക്കെ, വാക്കിംഗ് ബാക്ക് ഇൻ ടു ദെയർ ലൈഫ്, തിരിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. ഷീ ദെൻ നറേറ്റ് ദ റിവേഴ്സൽ ഓഫ് ഹർ ആൻഡ് ഹർ സിസ്റ്റേഴ്സ് ഫിസിക്കൽ ഗ്രോത്ത്. അപ്പോൾ ഇവരുടെ അച്ഛൻ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛൻ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് കൃത്യമാകുമായിരുന്നു. ബിഫോർ സ്റ്റേറ്റിംഗ് ഹെർ ഡിസയർ ടു റീറൈറ്റ് ദെയർ ചൈൽഡ്ഹുഡ് ട്രോമ. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയാണ്. പക്ഷേ ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഇവരുടെ അച്ഛൻ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പോയി കളഞ്ഞതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അച്ഛൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അബ്യൂസും അതേപോലെ തന്നെ ഇങ്ങനത്തെ സെക്ഷൽ അബ്യൂസ്, വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഷീ ദെൻ സെയ്സ് ഷീ വുഡ് കട്ട് ഓഫ് ദ ഹാൻഡ്സ് ഓഫ് എനി വൺ ഹൂ ടച്ച്ഡ് ദം വിത്തൗട്ട് പെർമിഷൻ. അപ്പം ഇവരുടെ ആരാണ് എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടുന്നത്, അവരെ ഞാൻ എന്ത് ചെയ്യും, അവരെ കട്ട് ഓഫ് ചെയ്യും, അവരുടെ കൈ ഞാൻ മുറിച്ച് കളയും എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ഇവരുടെ രണ്ടാനച്ഛനെ കുറിച്ചിട്ടാണ് പറയുന്നത്.
അപ്പോൾ ഈ ലൈനിൽ ഫസ്റ്റ് ലൈനിൽ ദ പോയം ക്യാൻ സ്റ്റാർട്ട്സ് വിത്ത് ഹിം വാക്കിംഗ് ബാക്ക്വാർഡ്സ് ഇൻ ടു എ റൂം, ഹി ടേക്സ് ഓഫ് ഹിസ് ജാക്കറ്റ് ആൻഡ് സിറ്റ്സ് ഡൗൺ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്നത് അച്ഛനെ കുറിച്ചിട്ടാണ്. ഹി ടേക്സ് ഓഫ് ഹിസ് ജാക്കറ്റ്, അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ജാക്കറ്റൊക്കെ ഊരി വെച്ച് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ദാറ്റ് ഈസ് ഹൗ വി ബ്രിങ് ഡാഡ് ബാക്ക്, അതായത് 4ാമത്തെ ലൈനാണത്. ഇങ്ങനെയാണ് ഞങ്ങൾ അച്ഛനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാകുമായിരുന്നു. ഐ ക്യാൻ മേക്ക് ദ ബ്ലഡ് റൺ ബാക്ക് അപ്പ് മൈ നോസ്, ആൻഡ്സ് റഷിങ് ഇൻ ടു എ ഹോൾ, ദെൻ ഇൻ സക്സഷൻ ഓഫ് ലിങ്ക്ഡ് ഇമേജസ്. അപ്പം ഈ 4 വരി കഴിഞ്ഞതിന് ശേഷം ഇവർ പറയുന്നത് ഇവർക്ക് ഉണ്ടായിരിക്കുന്ന അബ്യൂസസ് ആണ്, ചൈൽഡ്ഹുഡ് അബ്യൂസസ്. ഇൻ എ സക്സഷൻ ഓഫ് ലിങ്ക്ഡ് ഇമേജസ് ഷീ ഡിസ്ക്രൈബ്സ് ഹെർ സ്റ്റെപ്പ് ഫാദർ spitting alcohol back into a glass and her mother rolling up the stairs, healing a broken bone and not losing an unborn. The speaker then tells her sister that she would rewrite all of these terrible memories, adding so much love to their childhood. അപ്പം സ്റ്റെപ്പ് ഫാദർ ഇവരെ ആക്രമിക്കുന്നതും ഇവരുടെ അമ്മയെ ആക്രമിക്കുന്നതും ഇവരൊരു സ്റ്റെയർ കേസിൽ നിന്ന് വീഴാൻ പോകുന്നതും അങ്ങനെ എല്ല് പൊട്ടുന്നതും അങ്ങനെ ഇവരുടെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയെ, ഒരു ബേബി ഇവർക്ക് നഷ്ടപ്പെടുന്നതും ഇവർ പറയുന്നു. അച്ഛൻ ഞങ്ങളുടെ ബയോളജിക്കൽ ഫാദർ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല, അതാണ് പറയുന്നത്. ദെൻ ആഡിങ് സോ മച്ച്, അങ്ങനെ ആയിരുന്നെങ്കിൽ വി വിൽ ലിവ് ഇൻ എ വേൾഡ് ഓഫ് ലവ് ടു ദെയർ ചൈൽഡ്ഹുഡ്. ഞങ്ങൾക്ക് ജനിക്കാൻ ഇരുന്ന ആ കുട്ടിയും ഞാനും എൻ്റെ സഹോദരിയും അമ്മയും അച്ഛനും അടക്കം എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ പോയം ദെൻ റീകൗണ്ട്സ് ഓൾ ഓഫ് ദീസ് ഇവൻറ്റ്സ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പം 2ാമത്തെ സ്റ്റാൻസയിൽ ഇത് മുഴുവനും ഒരു റിവേഴ്സ് ഓർഡറിലാണ് മുഴുവനായിട്ടും പറയുന്നത്. Backward is subtly innovative poem that uses a reversed and mirrored structure to explore traumatic memories. ഇവരുടെ ഈ ട്രോമ മെമ്മറിയെ കാണിക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഓർഡറിലാണ് ഇത് പോയം 2ാമത്തെ സ്റ്റാൻസ തുടങ്ങുന്നത്. The speaker depicts various events occurring backwards in the first stanza and then proceeds to put the same lines in an inverted order in the second stanza. Inverted അല്ലേ, റിവേഴ്സ് ഓർഡറിലാണ് 2ാമത്തെ സ്റ്റാൻസയിൽ കാര്യങ്ങൾ പറയുന്നത്. This decontextualizes them while also placing a strong emphasis on the first image, which repeats like a refrain in the center of the poem. അപ്പം ഇതിൽ ഒരു ഡീകോണ്ടെക്സ്റ്റലൈസേഷൻ ലിറ്ററേച്ചറൊക്കെ ഉള്ള സംഭവമാണ്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുക എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് റിപ്പീറ്റ്സ് ലൈക്സ് എ റഫ്രെയിൻ, ഒരു റഫ്രെയിനായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വയസ്സ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ പോയം. Then the poem attempts to capture the speaker's wish to heal the painful events of childhood she and her sister shared. ഇവർക്ക് 2 പേരും അനുഭവിച്ച പല പ്രശ്നങ്ങളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ അതൊന്ന് ഹീൽ ചെയ്ത് കിട്ടുമോ, ഇവർക്കുണ്ടായിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഹീൽ ചെയ്ത് കിട്ടുമോ എന്നുള്ളൊരു ചിന്തയിലാണുള്ളത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻസ തുടങ്ങുന്നത് ദ പോയം ബിഗിൻസ് വിത്ത് ദ സ്പീക്കേഴ്സ് ഫാദർ റിട്ടേണിംഗ് ടു ദെയർ ഹോം. ദ പോയം ക്യാൻ സ്റ്റാർട്ട്, പോയത്തിൻ്റെ തുടക്കത്തിലുള്ള ലൈൻസ് ആണിത്. ഹി ടേക്സ് ഓഫ് ഹിസ് ജാക്കറ്റ് ആൻഡ് സിറ്റ്സ് ഡൗൺ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. ദാറ്റ് ഈസ് ഹൗ വി ബ്രിങ് ഡാഡ് ബാക്ക്. ഇവരുടെ ബയോളജിക്കൽ ഫാദർ തിരിച്ച് വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഈ ഒരു ട്രോമയോ ഈ ഒരു ബാഡ് മെമ്മറീസോ ഞങ്ങളുടെ അമ്മക്ക് ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള അബ്യൂസ് ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ദിസ് ഷോസ് ദാറ്റ് ഷയേഴ്സ് ഈസ് ലൈക്ലി ദ സ്പീക്കർ ഓഫ് ദ ടെക്സ്റ്റ്, നരേറ്റർ ആസ് ദ ഫസ്റ്റ് പേഴ്സൺ യൂസിങ് ഐ ആൻഡ് വി. അപ്പോൾ അവിടെ നരേറ്റർ അല്ലെങ്കിൽ സ്പീക്കർ ഓഫ് ദ പോയം ഐ ആൻഡ് വി എന്നുള്ള അർത്ഥത്തിലാണ്, ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ്. ആസ് ഷീ ഈസ് ടേക്കിംഗ് നോട്ട് ഓഫ് ഹൗ ഷീ വുഡ് റൈറ്റ് ദ സീൻ ഇൻ എ പോയം, ഇറ്റ് ഓൾസോ പ്ലേസ് എ സിഗ്നിഫിക്കൻസ് ഓൺ ദിസ് മൊമെൻറ്റ് ആസ് എ ഡ്രമാറ്റിക് ടേണിംഗ് പോയിന്റ് ഇൻ ദെയർ ലൈഫ്സ്. അപ്പോൾ ഇതൊരു ഡ്രമാറ്റിക് പോയിൻ്റ് ആയിട്ട് ഇവർ മാറ്റുകയാണ് ചെയ്യുന്നത്. ദ യൂസ് ഓഫ് ദ ഫ്രേസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ആസ് well as the speaker's definitive tone in the line,
That is how we bring dad back. Both strongly imply that things might have been different had he not left. അതായത് ഇവരുടെ ബയോളജിക്കൽ ഫാദർ, യഥാർത്ഥത്തിലുള്ള ഇവരുടെ യഥാർത്ഥ അച്ഛൻ, ഇവർക്ക് ജന്മം നൽകിയ അച്ഛൻ ഇവരെ വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ജീവിതമാവുമായിരുന്നു. ഈ ട്രോമയോ എക്സ്പീരിയൻസുകളോ ഈ ബാഡ് മെമ്മറീസ് ഒന്നും ഇവർക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഫസ്റ്റ് 4 ലൈൻസ് പറയുന്നത്. ദെൻ യൂസ് ഓഫ് ദ പ്രോനൗൺ വി ഷോസ്, നിങ്ങൾക്ക് മനസ്സിലാകും. വി ഗ്രോ ഇൻ ടു സ്മോളർ ബോഡീസ് ഷോസ് ദാറ്റ് റീഡർ ദാറ്റ് ദ സ്പീക്കർ വാസ് നോട്ട് എലോൺ ഇൻ ദീസ് എക്സ്പീരിയൻസസ്. വി എന്ന് പറയുന്നത് കൊണ്ട് ഇവരുടെ അമ്മയുണ്ട്, ഇവരുടെ സഹോദരി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് ലേറ്റർ എലാബറേറ്റഡ് ദാറ്റ് ഷീ ഈസ് ലൈക്ലി അഡ്രസ്സിങ് ദീസ് ടു ഹെർ സിസ്റ്റർ. അപ്പോൾ ഇവരുടെ സഹോദരിയും കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഓൾസോ സെറ്റ്സ് അപ്പ് ദ പോയംസ് യൂസ് ഓഫ് റിവേഴ്സ് ക്രോണോളജി. The next, the speaker introduces a sequence of images that shows images that shows both healing and return to childhood. അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ ഒരു ഹീലിങ്ങും അതേപോലെ തന്നെ തിരിച്ച് ഇവരുടെ കുട്ടിത്തത്തിലേക്ക്, ഒരു ഇന്നസെൻസിലേക്ക്, നിഷ്കളങ്കമായ ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ചിന്തയിലൂടെയാണ് ഈ പോയം പിന്നെ പറയുന്നത്. ഐ ക്യാൻ മേക്ക് ദ ബ്ലഡ് റൺ ബാക്ക് അപ്പ് മൈ nose, ants rushing into hole, we grow into smaller bodies, my breast disappear. അപ്പോൾ ഇവരുടെ വലുതായതിനു ശേഷമുള്ളവരുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അല്ലേ. ചൈൽഡ്ഹുഡിൽ നമ്മൾ റണ്ണിങ് നോസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ബാക്ക് അപ്പ് മൈ നോസ്, ഐ ക്യാൻ മേക്ക് ദ ബ്ലഡ് റൺ ബാക്ക് അപ്പ് മൈ നോസ്, ആൻഡ്സ് റഷിങ് ഇൻ ടു എ ഹോൾ, വി ഗ്രോ ഇൻ ടു സ്മോളർ ബോഡീസ്. ഞങ്ങൾ ചെറിയ കുട്ടികളാവുന്നു. മൈ ബ്രസ്റ്റ് ഡിസപ്പിയർ, യുവർ ചീക്സ് സോഫൺ, ടീത്ത് സിങ്ക് ബ്ലാക്ക് ഇൻ ടു ഗംസ് അല്ലേ. പല്ലൊന്നും വരാത്ത ചെറിയ അല്ലെങ്കിൽ പാൽപ്പല്ലോ അല്ലെങ്കിൽ പല്ല് വരാത്തൊരവസ്ഥയിലൊക്കെ ഉള്ള. ദ ഫസ്റ്റ് ഇമേജ് ഓഫ് ദ സ്പീക്കേഴ്സ് ബ്ലഡ് റിട്ടേണിംഗ് ടു ഹെർ നോസ് ഈസ് ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് ദർ വാസ് വയലൻസ് ഇൻ ദെയർ ഹോം. അപ്പം അത് ആദ്യത്തെ ലൈൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവരുടെ വീട്ടിൽ വയലൻസ് ഇവർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. The subsequent ones, breast disappearing, cheek softening, shows the speaker moving backwards through time in an effort to heal the damages that has been done. അപ്പം ഇവർ അനുഭവിച്ചു പോയ ഈ ഡാമേജസ് തിരിച്ച് ഇവർ ഒരു ടൈമിൻ്റെ റിവേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവുമായിരുന്നില്ല, എല്ലാം ഡിസപ്പിയർ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ ഈസ് യൂസിങ് റൈറ്റിംഗ് ടു റിട്ടേൺ ഹെർ സെൽഫ് ആൻഡ് ഹെർ സിസ്റ്റർ ടു എ സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ്. നിഷ്കളങ്കമായ ബാല്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ശ്രമം എഴുത്തിലൂടെ, ഈ കവിത എഴുതുന്നതിലൂടെ, ഈ കവിത എഴുതിയിട്ട് തന്നെയെങ്കിലും ഇവർക്ക് ഒരു ഹീലിംഗ് കിട്ടുമോ എന്നുള്ള ഒരു ചിന്തയാണ്. എ സ്റ്റേറ്റ് ഓഫ് പ്രീഡേറ്റിംഗ് ദ പെയിൻഫുൾ ഇവൻറ്റ്സ് ഷീ ഗോസ് ഓൺ ടു പോർട്രേ. അപ്പോൾ ഇവർ എഴുതാൻ പോകുന്ന അല്ലെ വരച്ച് കാണിക്കാൻ പോകുന്ന ആ പെയിൻഫുൾ ഇവൻറ്റ്സ് എന്ത് ചെയ്യുന്നു, ബാക്കിലേക്ക് പ്രീഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയം ഞാൻ എഴുതേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ പോയം എഴുതിയിട്ട് തന്നെയെങ്കിലും ഈ ഹീലിംഗ് ലഭിക്കുമോ എന്നുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. ദിസ് ഐഡിയ ഈസ് ക്രിസ്റ്റലൈസ്ഡ് വെൻ ദ സ്പീക്കർ സ്റ്റേറ്റ്സ് ഇൻ ദ നെക്സ്റ്റ് ലൈൻ ദാറ്റ് ഐ ക്യാൻ മേക്ക് അസ് ലൗഡ്, ജസ്റ്റ് സേ ദ വേർഡ്. In this moment, she is revealing to her sister that the poem is essentially a gesture of love. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു പോയറ്റ് സ്നേഹത്തിനോടുള്ള കെയർ, ഒരു സ്നേഹവും കെയർ, നന്നായിട്ട് നമ്മൾ മറ്റുള്ളവരെ പരിചരിക്കുക, കെയർ ചെയ്യാം. എ റിവിഷൻ ഓഫ് ദെയർ ഷെയർഡ് ട്രോമ. അപ്പോൾ അവർ പരസ്പരം ഒരുപാട് ട്രോമകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷനായിട്ട് ലവും അതേപോലെ തന്നെ കെയറൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള അതിൻ്റെ ഒരു സംഭവമാണ് ഈ ലൈനിലൂടെ പറയുന്നത്. ഇതിൽ then these lines that follow offer a harrowing portrait of domestic abuse. അപ്പം പിന്നീട് വരുന്നത് ഒരു ഡൊമസ്റ്റിക് അബ്യൂസിൻ്റെ വരച്ചു കാട്ടലാണ്. The speaker says that in her new version of the past she would give them stamps for hands if even they touched us without consent. അപ്പം ഇവരനുഭവിച്ച ഒരു ട്രോമ, അപ്പോൾ ഇവർ സെക്ഷലി ഹറാസ് ചെയ്യപ്പെട്ടു, കൺസെൻറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ, വിത്തൗട്ട് കൺസെൻറ്റ്, ഇവരുടെ സമ്മതമില്ലാതെ ആരാണോ ഞങ്ങളുടെ ശരീരത്തിൽ തൊട്ടത് അവരുടെ കൈകളെ ഞാൻ കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്, കൈകളെ ഞാൻ മുറിച്ചു കളയുമെന്നാണ് പറയുന്നത്. മീനിങ് that she would cut off the hands of the men who sexually abused
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിനോടുള്ളൊരു ഒരു പ്രതിഷേധമാണ്. അപ്പോൾ ഇവർ സെക്ഷലി ഹറാസ് ചെയ്യപ്പെട്ടതിനോടുള്ള രണ്ടാം അച്ഛനോടുള്ള പ്രതിഷേധവും രണ്ടാം അച്ഛനോടുള്ള ഒരു ദേഷ്യവുമൊക്കെയാണ് ഈ ലൈനിലൂടെ കാണിക്കുന്നത്. ദിസ് മൊമെൻറ്റ് റിവീൽസ് ദാറ്റ് ദേ ബോത്ത് സഫേർഡ് സെക്ഷൽ അബ്യൂസ്. The speaker responds to these particular horrible moments with a desire not only to erase them, അപ്പോൾ ഇതിനെ മാച്ച് കളയാൻ വേണ്ടി മാത്രമല്ല, ബട്ട് ടു സിവിയർലി പണിഷ് ദ പെർപെട്രേറ്റേഴ്സ്. ആരാണോ ഇവരെ ആക്രമിച്ചത്, പെർപെട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ, അബ്യൂസ് ചെയ്ത വ്യക്തി, രണ്ടാം അച്ഛൻ എന്നുള്ള മീനിങ്ങിലാണ്. ആരൊക്കെയാണോ ഇവരെ ഇങ്ങനെ സെക്ഷലി ഹറാസ് ചെയ്തത്, അവരെ എല്ലാവരെയും പണിഷ് ചെയ്യാനുള്ളൊരു ആഗ്രഹം, ആ ഒരു ഡിസയർ ഇവർ മുതിർന്നപ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. റെൻഡറിങ് ദം അണേബിൾ ടു എവർ കമ്മിറ്റ് ദീസ് സെയിം ക്രൈംസ്. അപ്പോൾ ഇവർക്ക് ഇനി വീണ്ടും ഇങ്ങനെയുള്ളൊരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റി നിർത്താൻ, റെൻഡറിങ് ദം അണേബിൾ ടു എവർ കമ്മിറ്റ് ദീസ് സെയിം ക്രൈംസ്, അല്ലേ? ഈ ഒരു തരത്തിലുള്ള ക്രൈം വീണ്ടും അവർ ചെയ്യാനുള്ളൊരു ചിന്തയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ അത്രയുമുള്ള രീതിയിൽ ഞങ്ങൾ അവരെ പണിഷ് ചെയ്യും എന്നുള്ള മീനിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്. The lines that follows reaffirms the ability of her writing to do so. I can write the poem and make it disappear. The ability of her writing to do so. I can write the poem and make it disappear. ഞാൻ ഈ പോയം എഴുതിക്കൊണ്ട് ഈ ഒരു ട്രോമ, ഈ മെമ്മറിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാച്ച് കളയും, ഡിസപ്പിയർ ചെയ്യും. The speaker alternately demonstrates the extremity of the abuse and the power of her poetry. ഇവരുടെ കവിതയുടെ ആ ഒരു പവർ, ശക്തിയാണ് ഇവരിതിലൂടെ കാണിക്കുന്നത്. ഈ പോയം എഴുതിയത് കൊണ്ട് തന്നെയെങ്കിലും ആ ഒരു ചിന്തയിൽ നിന്ന് മാറുമായിരിക്കും. In the next 3 lines, she lays out a series of images that further demonstrate the presence of violence in their homes. അപ്പോൾ വീട്ടിലുള്ള ഒരു വയലൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അടുത്ത ലൈൻസുകൾ. സ്റ്റെപ്പ് ഡാഡ് സ്പ്ലിറ്റ്സ് ലിക്വർ ബാക്ക് ഇൻ ടു ഗ്ലാസ്, മംസ് ബോഡി റോൾസ് ബാക്ക് അപ്പ് ടു ദ സ്റ്റെയേഴ്സ്, ദ ബോണ്ട് പോപ്സ് ബാക്ക് ഇൻ ടു പ്ലേസ്, മേ ബി ഷീ കീപ്സ് ദ ബേബി എന്ന് പറയുന്ന ആ 4 വരികൾ. While these isolated moments do not form a concentrate narrative, the reader can intuit that speaker's stepfather was an abusive alcoholic. അപ്പം സ്റ്റെപ്ഫാദർ ഒരു സ്പ്ലിറ്റ്സ് ലിക്വർ ബാക്ക് ഇൻ ടു ഗ്ലാസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആൽക്കഹോളിക് ആയിരുന്നു, അദ്ദേഹം ഒരു കുടിയനായിരുന്നു. അതുകൊണ്ട് തന്നെ കുടിച്ച് വന്നുകൊണ്ട് അമ്മയെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. മംസ് ബോഡി എന്ന് പറയുന്നത് മദറിൻ്റെ ബോഡി, റോൾസ് ബാക്ക് അപ്പ് ദ സ്റ്റെയേഴ്സ്, ഇവർ സ്റ്റെയറിൽ നിന്ന് വീണതോ അങ്ങനെ എന്തോ ഒരു കഥയാണ്. ദെൻ ബോൺ പോപ്സ് ബാക്ക് ഇൻ ടു പ്ലേസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വീണതിന് ശേഷം ഇവർക്ക് എല്ല് പൊട്ടിയതിന് ശേഷം ഇവരുടെ ഈ ടൈം റിവേഴ്സൽ സംഭവിക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും നേരെയാകുന്നു, അല്ലേ? ദെൻ അമ്മയുടെ പൊട്ടിയ എല്ല് തിരിച്ച് ബോഡിയുടെ ആ പൊട്ടിയ സ്ഥലത്തേക്ക് തന്നെ നേരെ പോയി നിൽക്കുന്നു. മേ ബി ഷീ കീപ്സ് ദ ബേബി മീൻസ് ദാറ്റ് ഷീ ഈസ് പ്രഗ്നൻറ്റ്. ഇവരുടെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അറ്റാക്കിൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വയറിലുള്ള ഈ കുട്ടി, അല്ലെങ്കിൽ ഇവരുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടി അബോർട്ടായി പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഒരു മിസ്കാരിയേജ് അവിടെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മേ ബി ഷീ കീപ്സ് ദ ബേബി, ആ കുട്ടി ഇപ്പോൾ ഉണ്ടായേനെ എന്നുള്ള അർത്ഥത്തിലാണ്. വൈൽ ദീസ് ഐസൊലേറ്റഡ് മൊമെൻറ്റ്സ് ഡു നോട്ട് ഫോം എ കോൺക്രീറ്റ് നറേറ്റീവ്, ദ റീഡർ ക്യാൻ ഇൻറ്റ്യൂട്ട് ദാറ്റ് സ്പീക്കേഴ്സ് സ്റ്റെപ്പ് ഫാദർ വാസ് ആൻ അബ്യൂസീവ് ആൽക്കഹോളിക്. ദ പോയം ഇംപ്ലൈസ് ദാറ്റ് ഹീ പുഷ്ഡ് ദെയർ മദർ ഡൗൺ ദ സ്റ്റെയേഴ്സ്. കണ്ടോ? അതായത് ഇവരുടെ സ്റ്റെപ്പ് ഫാദർ ഇവരുടെ അമ്മയെ മുകളിലത്തെ ഒരു സ്റ്റെയറിൽ നിന്ന് തള്ളിയിട്ടു എന്നാണ് പറയുന്നത്, തൊഴിച്ച് തള്ളിയിട്ടു. വിച്ച് കോസ്ഡ് ഹെർ ടു ബ്രേക്ക് എ ബോൺ, ഒരു എല്ല് പൊട്ടി. ആൻഡ് ലോസ് എ ചൈൽഡ് ഷീ വാസ് പ്രഗ്നൻറ്റ് വിത്ത്. അപ്പോൾ ഇവരുടെ ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു, ആ കുട്ടി ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ള മീനിങ്ങിലാണ്. അപ്പം സ്റ്റെപ്പ് ഫാദർ വാസ് വെരി അബ്യൂസീവ്, ആൽക്കഹോളിക് ആയിരുന്നു. ദിസ് ഈസ് ദ പോയംസ് മോസ്റ്റ് ബ്രൂട്ടൽ സീൻ, ഇറ്റ്സ് ബ്രൂട്ടാലിറ്റി ഓൺലി ഹൈറ്റൻഡ് ബൈ ദ സ്പീക്കേഴ്സ് ഫോക്കസ് ഓൺ അൺഡൂയിങ് ഇറ്റ്. അപ്പം ഈ ഒരു ബ്രൂട്ടാലിറ്റിയെ ഫോക്കസ് ഓൺലി ഹൈറ്റൻഡ് ബൈ ദ സ്പീക്കേഴ്സ് ഫോക്കസ് ഓൺ അൺഡൂയിങ് ഇറ്റ്. ഇങ്ങനെ ഒരു ബാക്ക്വേർഡ് സഞ്ചാരം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ബയോളജിക്കൽ ഫാദർ, ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. പക്ഷേ ഇനി
അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് അതിൽ നിന്ന് അൺഡു ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഓൺലി റൈറ്റിംഗ് ദ പോയം. ഒരു ഹാഫ് ഹീലിംഗ് തന്നെയെങ്കിലും ലഭിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ് ഇവർ ഈ പോയം എഴുതുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്നത്. ബൈ പ്ലേസിംഗ് ദ നെക്സ്റ്റ് ടു ഈച്ച് അതർ ദ സ്പീക്കർ ക്രിയേറ്റ്സ് എ കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റെപ്പ് ഫാദേഴ്സ് ഡ്രിങ്കിങ്, ഹർ മദർ ബീയിങ് പുഷ്ഡ് ആൻഡ് ദ ലോസ് ഓഫ് ദ ചൈൽഡ്, ഓൾ വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റിംഗ് വൺ. ഓരോന്നും എക്സ്പ്ലിസിറ്റായിട്ട് പറയാതെ ഇംപ്ലൈഡ് ആയിട്ട് അല്ലെങ്കിൽ കൊണോട്ടഡ് മീനിങ്ങിലൂടെയാണ് ഈ 4 കാര്യങ്ങളും ഇവർ പറയുന്നത്. It also relates back to the opening, suggesting that all these abuses was interconnected and could have been prevented under different circumstances. ഇതൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് അല്ലേ. പക്ഷെ അതെല്ലാം അങ്ങനെ സംഭവിച്ചു പോയി. ഓക്കെ, ദ സബ്സിക്വൻറ്റ് 3 lines ഫങ്ഷൻ ആസ് ദ പോയംസ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇതിൻ്റെ അവസാനത്തെ 3 ലൈനുകൾ മേ ബി വി ആർ ഓക്കെ കിഡ്, മേ ബി വി വർ ഓക്കെ കിഡ്, ഞങ്ങൾ ചിലപ്പം ഓക്കെ കിഡുകളായിരിക്കാം. ഐ വിൽ റൈറ്റ് ദീസ് ഹോൾ ലൈഫ് ആൻഡ് ദിസ് ടൈം ദർ വിൽ ബി സോ മച്ച് ലവ്, യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ്. അത് അവസാനത്തെ ലൈനാണ്. വൈൽ അഫെക്ഷനേറ്റ്ലി റെഫറിങ് ടു ഹെർ സിസ്റ്റർ ആസ് കിഡ്, ഇവരുടെ സഹോദരിയെ സിബ്ലിങ്ങിനെ കിഡ് എന്ന് വിളിക്കുന്നു. ദ സ്പീക്കർ എക്സ്പ്രസ്സസ് ഹെർ ഡിസയർ ടു റീറൈറ്റ് ഓൾ ദീസ് ടെറിബിൾ മൊമെൻറ്റ്സ്. അപ്പം ആ ടെറിബിൾ മൊമെൻറ്റ്സിനെ ഒന്നുകൂടെ എഴുതുക, റീറൈറ്റ് ചെയ്യുക, രണ്ടാമത് എഴുതുക. ആൻഡ് പ്രൊവൈഡ് ദം ബോത്ത് വിത്ത് ആൻ അബണ്ടൻസ് ഓഫ് ലവ് ദാറ്റ് വാസ് സോർലി ലാക്കിംഗ് ഇൻ ദ ചൈൽഡ്ഹുഡ് ദ എക്സ്പീരിയൻസ്ഡ്. അപ്പം ഇവരെ അനുഭവിച്ച ആ ജീവിതത്തിൽ ഒരു സ്നേഹമോ കെയറൊന്നും തന്നെ ഇവരുടെ രണ്ടാനച്ചിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം അത് കിട്ടാനുള്ള ഒരു സാധ്യത ഇവർ എഴുത്തിലൂടെ ഉണ്ടോ എന്നിവിടെ നോക്കുകയാണ്. അപ്പോൾ ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ഹീലിംഗ് ആണ് അല്ലേ. അപ്പം ഒരു മനസ്സിലുള്ള ട്രോമ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പാർഷ്യലി തന്നെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ ഒരു കവിത എഴുതിയാൽ കഴിയും. അതായത് റൈറ്റേഴ്സൊക്കെ അങ്ങനെയുള്ള ചില ട്രോമകളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ചെറുപ്പത്തിൽ അനുഭവിച്ച ആ പ്രശ്നങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത എഴുതുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ അങ്ങനെ യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സ്റ്റാൻസ അവസാനിക്കുന്നു. ദെൻ ബിഗിൻസ് ദ സെക്കൻഡ് സ്റ്റാൻസ വിത്ത് ദ സെയിം ലൈൻ, ലാസ്റ്റ് ലൈൻ ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ആദ്യത്തെ സ്റ്റാൻസയുടെ അവസാനത്തെ ലൈൻ വെച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റാൻസ തുടങ്ങുന്നു. You won't be able to see beyond it. I will write this whole life and this time there will be so much love. അപ്പം Shire makes the distinctive choices to make the poem second stanza a repetition of the first, but within the lines in the reverse order. Lines reverse order എഴുതിക്കൊണ്ട്. This results in her declaration of her intent being the beginning of this stanza. The image of her father walking backwards into the room, the conclusion. അപ്പോൾ ഇവർ ആദ്യത്തെ ലൈനിൽ അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഫസ്റ്റ് ലൈൻസിൽ പറയുന്നു. സെക്കൻഡ് സ്റ്റാൻസയിൽ അവസാനത്തെ ലൈനിലാണ് അച്ഛൻ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നത്. ദെൻ ഹൈലൈറ്റിംഗ് ദ പോയിഗ്നൻസി ഓഫ് ബോത്ത് മൊമെൻറ്റ്സ്. കാരണം ഇവർ അനുഭവിച്ച ആ ഒരു വളരെ പത്തറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ, ആ ഒരു ക്രൂവലായിട്ടുള്ള മൊമെൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതിനാണ് ഇവർ ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. ബൈ പ്ലേസിംഗ് ഹർ ഡിക്ലറേഷൻ യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ്, ഐ വിൽ റീറൈറ്റ് ദിസ് ഹോൾ ലൈഫ് ആൻഡ് ദിസ് ടൈം ദർ വിൽ ബി സോ മച്ച് ലവ്. അറ്റ് ദ ടോപ്പ് ഓഫ് ദ സെക്കൻഡ് സ്റ്റാൻസ ദ ഹോൾ സെക്ഷൻ റീഡ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. The focus shift on to the moments in which she states the importance of her writing. അപ്പോൾ ഇവരുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഓഫ് റൈറ്റിങ്ങിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. I can write the poem and make it disappear. I can make us loud just to say the word. This shift is further emphasized by the fact that the reader is seeing the comments as they run in reverse. അപ്പം റീഡർ ഈ കമൻസുകൾ വീണ്ടും കാണുകയാണ് അല്ലേ. ഇത് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് റീഡർക്ക് ഈ ഇമേജസുകൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. ഡെമോൺസ്ട്രേറ്റിംഗ് ദ പവർ ദ സ്പീക്കർ പൊസസ് ഓവർ ദീസ് ഇവൻറ്റ്സ്. ഇവർ
ഈ ഒരു ജീവിതാനുഭവങ്ങളിലൂടെ ഇവർ പൊസസ് ചെയ്തിരിക്കുന്ന ആ ഒരു ശക്തിയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഷെയർസ് എബിലിറ്റി ടു റീറൈറ്റ് ഓൾ ദീസ് സീൻസ് ഈസ് അണ്ടർലൈൻ ഫൈനലി ബൈ ദ പോയംസ് കൺക്ലൂഷൻ ഇൻ വിച്ച് ഷീ റിട്ടേൺസ് ടു ദ ഓപ്പണിംഗ് ലൈൻസ്. അവസാനത്തെ ലൈന് വീണ്ടും ഓപ്പണിംഗ് ലൈൻസ് ആയിട്ട് തന്നെ വരുന്നു. ദാറ്റ് ഈസ് ഹൗ വി ബ്രിങ് ഡാഡ് ബാക്ക്. ഹി ടേക്സ് ഓഫ് ഹിസ് ജാക്കറ്റ് ആൻഡ് സിറ്റ്സ് ഡൗൺ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. ദ പോയം ക്യാൻ സ്റ്റാർട്ട് with him walking backwards into a room. By circling back to this image, she is making one final assertion of her healing capabilities. അപ്പോൾ ഈ ഒരു പോയം എഴുതിയതിലൂടെ കുറച്ചൊരു ഹീലിംഗ് ഇവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫൈനലി അവർ അസേർട്ട് ചെയ്യാണ്, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇൻ ദ സ്പേസ് ഓഫ് എ പോയം ഷീ ക്യാൻ ക്രിയേറ്റ് എ വേൾഡ് ഇൻ വിച്ച് തിങ്സ് വെർ ഡിഫറെൻറ്റ്. അപ്പം ഇവർ എഴുതുന്ന ഈ എഴുത്തിൻ്റെ ലോകത്ത് കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. The poem is ultimately about an act of love. Shair knows that in actuality she cannot rewrite the past. ശരിക്കും അവർക്കറിയാം ആക്ച്വാലിറ്റിയിൽ യഥാർത്ഥത്തിൽ അവർക്ക് ഈ പാസ്റ്റിനെ തിരിച്ചെഴുതാൻ കഴിയില്ല, ഒരിക്കലും അൺഡു ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് ആസ് ഷീ നോസ് ഷീ കനോട്ട് റിവേഴ്സ് ദ ഫ്ലോ ഓഫ് ടൈം. ഒരിക്കലും ടൈം ഓഫ് വീലിനെ, ഒരിക്കലും ഒരു ക്ലോക്കിനെ നമുക്ക് തിരിച്ച് റിവേഴ്സിൽ നടത്തിക്കാനോ അല്ലെങ്കിൽ റിവേഴ്സ് മൂവ്മെൻറ്റ് സമയത്തിനില്ല എന്നും ഇവർക്ക് യഥാർത്ഥത്തിൽ അറിയാം. So what she chooses to do instead is literally rewrite these moments in a poem. അപ്പം ഒരു ലിറ്റററി ഇവർ എന്ത് ചെയ്യുന്നു, ആ ഒരു മൊമെൻറ്റ്സിന് ഇവർ റീറൈറ്റ് ചെയ്യുന്നു, എന്താണ് പോയത്തിലൂടെ തിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. ഗിവിങ് ഹർ എ പവർ ഷീ റെഫറൻസസ് ത്രൂ ഔട്ട് ദ ടെക്സ്റ്റ്. വൈൽ ദ പോയം വിൽ നോട്ട് ആക്ച്വലി ഓവർ റൈറ്റ് ദ പാസ്റ്റ്, ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ജസ്റ്റർ ഓഫ് കെയർ. അപ്പം ഈ ഒരു പോയം ഒരു ജസ്റ്റർ ഓഫ് കെയർ, ലവ് ഫ്രം വൺ സിസ്റ്റർ ടു അനദർ ആയിട്ട് കാണിക്കുക. ലവിൻ്റെയും കെയറിൻ്റെയും ഒക്കെ ആയിട്ട് ഈ പോയത്തിലൂടെ അവർ കാണിക്കുന്നു. ദെൻ വി ക്യാൻ സീ സം ക്വസ്റ്റ്യൻസ് ഓഫ് ദീസ് പോയംസ്. ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോസ് ചെയ്തുകൊണ്ട് വായിച്ചാൽ മതി. ഹൗ ഡസ് ദ ലിറ്ററൽ ബാക്ക്വാർഡ്സ് മൂവ്മെൻറ്റ് ഇൻ ദ പോയം സെർവ്സ് ആസ് എ മെറ്റഫർ ഫോർ സൈക്കോളജിക്കൽ പ്രോസസ്സിങ്. സൈക്കോളജിക്കലി ഇതെങ്ങനെയാണ് ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ദ ഫിസിക്കൽ ഓർ റിവേഴ്സൽ സച്ച് ആസ് ബ്ലഡ് റണ്ണിങ് ബാക്ക് അപ്പ് എ നോസ് or father walking into a room represents a survivor's attempts to reclaim agency over their past. നഷ്ടപ്പെട്ടു പോയൊരു പാസ്റ്റിൻ്റെ മുകളിൽ ഇവർക്ക് എന്താണ് കിട്ടാൻ വേണ്ടിയിട്ട്. It is a psychological defense mechanism where the speaker uses poetry to undo. ഈ കവിത ഒരു ഇമേജ് ആയിട്ട് മാറുകയാണ്, ഒരു എഡിറ്റ്, എന്താണ് കഴിഞ്ഞു പോയതെല്ലാം എഡിറ്റ് ചെയ്യുക, അൺഡു ചെയ്യുക, അല്ലേ? Trauma that cannot be changed in reality, highlighting both deep yearning for healing and the persistent nature of traumatic memory. Second question, what is the significance of the recurring line, maybe will be okay kid? The line serves as a hinge between two stanzas representing a fragile communal hope. Then by addressing the kid, likely siblings or the speaker's younger self അവരുടെ സഹോദരിയെ കുറിച്ചിട്ടാണ്. ഷെയർ underscores the loss of childhood innocence and Shayar desired for simple stability, to just be okay rather than a perfect life. Identify the speaker's views on the power of poetry in the text. The speaker views poetry as a tool of creation and control. അപ്പം പോയട്രി ഇവിടെ ഒരു ക്രിയേഷൻ കൺട്രോൾ ആയിട്ട് അവർ കാണുകയാണ്. സ്റ്റേറ്റിംഗ് I can write the poem and make it disappear. However, the circular structure of the poem ultimately suggests that while art can provide a temporary space, അപ്പോൾ കവിതയ്ക്കൊരു താൽക്കാലികമായിട്ടുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും to escape from the trauma, for processing and reimagining trauma, it cannot truly erase the historical facts of abuse. ശരിക്കും യഥാർത്ഥത്തിൽ ട്രൂലി ആയിട്ട് ഇറേസ് ചെയ്യാൻ കഴിയുകയില്ലെങ്കിലും ഈ ട്രോമയെ ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. How does Shayar use imagery related to the body to convey the experience of abuse? അല്ലെ, ബോഡിയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ എന്തെല്ലാം എന്നാണ് അബ്യൂസിനെ കാണിക്കാൻ വേണ്ടി. Shayar uses visceral, different images, physical imagery such as bones popping into a place, teeth sinking into gums and breast disappearing to portray how trauma is stored in the body. ഇവിടെ ബോഡിയിൽ എത്രമാത്രം ട്രോമ ഉണ്ട്. ദീസ് ഇമേജസ് റിഫ്ലക്റ്റ് എ ഡിസയർ ടു റെഗ്രസ് ടു എ പ്രീ ട്രോമ സ്റ്റേറ്റ് ഓഫ് ചൈൽഡ്ഹുഡ്. ഇവർ തിരിച്ച് ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്തിയിരുന്നെങ്കിൽ, പ്രീ ട്രോമ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, വേർ ദ ബോഡി ഈസ് അൺടച്ച്ഡ്
ആൻഡ് എന്താണ് സ്മോളർ, അവിടെ ബോഡി എന്ന് പറയുന്നത് ടച്ച് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടാത്തൊരു ബോഡി അല്ലേ. ഹൗ ഡസ് ദ സ്പീക്കർ യൂസ് ഇമേജറി ടു കൺവേ ദ ഐഡിയ ഓഫ് എന്താണ് reverse in trauma. The speaker used images to convey the idea of reversing trauma. Bone pops back into place, ഒരു image ആണ്. Lines such as blood running back a nose, survivors attempt to, a father walking into a room represents a survivor's attempt to reclaim agency over their past. It is a psychological defense mechanism where the speaker uses poetry to undo trauma that cannot be changed in reality, highlighting both a deep yearning for healing and the persistent nature of traumatic memory. Healing through writing a poem is expressed. I can write the poem and make it disappear. She affirms that time is the great healer with a backward movement, even though it is not possible, but it is possible through only writing the poem. കയാസ്മിക് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിപ്പീറ്റഡ് റിവേഴ്സ് ഓർഡറിൽ സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ പറഞ്ഞത്. Then discuss the role of father versus the stepdad in the poem's hierarchy of protection and harm. ബയോളജിക്കൽ ഫാദർ എത്രമാത്രം എന്താണ് പെൺകുട്ടികളെ അല്ലെങ്കിൽ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും, സ്റ്റെപ്പ് ഡാഡ് രണ്ടാനച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്യാത്തതിൻ്റെ ഇതെങ്ങനെയാണ്. ദ ബയോളജിക്കൽ ഫാദർ ഈസ് ഐഡിയലൈസ്ഡ് ആസ് എ ഫിഗർ ഹൂസ് പ്രസൻസ് കുഡ് ഹാവ് പ്രിവെൻറ്റഡ് സബ്സിക്വൻറ്റ് ഹാം. ബ്രിങ്ങിങ് ഹിം ബാക്ക് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സ്പീക്കേഴ്സ് റീ റിട്ടേൺ ലൈഫ് അല്ലേ. ഇവർ രണ്ടാമത് എഴുതിയിരിക്കുന്ന ജീവിതത്തിൽ അച്ഛനെ തിരിച്ചു കൊണ്ടുവരികയാണ് അല്ലേ. അവരുടെ ജീവിതത്തിലില്ല, പക്ഷേ ഈ പോയത്തിലൂടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്നു. Then the stepdad represents active domestic and physical violence. അപ്പോൾ സ്റ്റെപ്പ് ഡാഡ് ഇവിടെ കാണുന്നത് ഒരു ഫിസിക്കൽ വയലൻസിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഡൊമസ്റ്റിക് ആൻഡ് ഫിസിക്കൽ വയലൻസ് ഷോൺ ത്രൂ ഇമേജസ് ലൈക്ക് സ്പിറ്റിംഗ് ലിക്വർ അല്ലേ, വെള്ളത്തിൽ കള്ള് കുടിക്കുക, ഡ്രിങ്കിങ്, ആൻഡ് കോസിങ് ഇഞ്ചുറീസ് ടു മദർ ആൻഡ് ടു സെക്ഷൽ വയലൻസ് ടു the speaker and her sister. The contrast highlights how the absence of one paternal figure അല്ലേ, ഒരു പാറ്റേണൽ ഫിഗർ അല്ലെങ്കിൽ ഒരു പാറ്റേണൽ ലവ് ഇല്ലാത്ത ലോകത്ത് എന്താണ് ഇങ്ങനെയുള്ള ആബ്സെൻസിൽ എന്താണ് ഇവർ സഫർ ചെയ്യുന്ന പ്രശ്നങ്ങൾ. ലെഫ്റ്റ് ദ ഫാമിലി വൾണറബിൾ ടു അനദേഴ്സ് അബ്യൂസ്, മറ്റുള്ള ഒരു വ്യക്തിക്ക് അബ്യൂസ് ചെയ്യാനുള്ളൊരു എന്താണ് സ്പേസ് അവിടെ വിട്ടുകൊണ്ട് അച്ഛൻ്റെ അസാന്നിധ്യം അവിടെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു അഫിർമേഷനാണ് അവിടെ പറയുന്നത്. So thank you for watching the poem, and also you read the poem 2 or 3 times, then you will get a thorough idea, and I have sent you the PDF material as well. Thank you.